ഇപ്പോൾ ഒരു ചെറിയ ബുക്കുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 25,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി. 6,000-ഓളം സഖാഫികൾ പഠിച്ചു. 2,000-ഓളം യതീമുകൾ പഠിച്ചു. അനാഥകളും അഗതികളുമായ ധാരാളം മുതഅല്ലിമീങ്ങൾ പഠിച്ചു. ഇപ്പോൾ 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,000-ഓളം യതീം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളുമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനത്തിന് കീഴിൽ മരഞ്ചാട്ടിയിൽ സ്ഥാപിച്ച ഗേൾസ് ഓർഫനേജ്, അതിൽ 700-ഓളം കുട്ടികൾ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 1,000-ഓളം കുട്ടികൾ. ഇപ്പോൾ നാം ആരംഭിച്ചിട്ടുള്ള ഹോം കെയർ പദ്ധതി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1000 യതീം കുട്ടികളെ ഇപ്പോൾ ഞങ്ങൾ ദത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 1000 കുട്ടികൾ ഇവിടെ വന്നു നോക്കിയാൽ കാണൂല. നമ്മളിവിടെ ഒരു ബുക്ക് അടിച്ചിറക്കുമ്പോൾ 2,000-ഓളം യതീം കുട്ടികൾ എന്ന് എഴുതിയാൽ നാളെ ഒരുത്തൻ പ്രസംഗിക്കും, ഇത് ശുദ്ധ കളവാണ്. ഇപ്പൊ വരും മർക്കത്തിൽ നമുക്ക് എണ്ണി നോക്കാം, അവിടെ 800 കുട്ടികളെ ഉള്ളൂ. എന്താ ഇവിടെയുള്ള 1000 കുട്ടികളിൽ 200 കുട്ടികൾ SSLC പാസ്സായി പോയ സമയമായിരിക്കും. അപ്പൊ ഇവിടെ 800 ഉള്ളൂ. മറ്റേ 1000 അതിവിടെ കാണുകയില്ല. ഈ 1000 ആരാണ്? 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള യതീമുകൾ. അവർക്ക് ഇവിടെ വന്നാൽ ഒറ്റക്ക് കക്കൂസിൽ പോകാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാനും കുളിക്കാനും കഴിയില്ല, അവർക്ക് സ്വന്തമായി നടക്കാൻ കഴിയില്ല. ആ ചെറിയ പിഞ്ചുമക്കളെ ഞങ്ങൾ അവരെ വീട്ടിൽ വെച്ച് വളർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അവരുടെ ഉമ്മമാരും കുടുംബങ്ങളും അവരെ വളർത്തുകയാണ് 10 വയസ്സ് വരെ. ഇൻഷാ അല്ലാഹ് ആ 10 വയസ്സിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, അവരെ വളർത്തും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കുട്ടികൾ, യതീംഖാനയിൽ പഠിച്ച എത്ര കുട്ടികൾ PhD ഡോക്ടർമാരായി, അതുപോലെ വലിയ വലിയ മുദർരിസുമാരായി, ഖതീബുമാരായി, പ്രാസംഗികന്മാരായി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ? ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലുമാരുമില്ലേ? അങ്ങനെ അവരെ കൊണ്ട് ജീവിതം കഴിയുന്നു, കുടുംബ ജീവിതം, നാട് മുഴുവനും അവരെ കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് നാം ഇതിങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇവിടെ അംഗീകൃത സ്ഥാപനം +2 വരെയാണ് ഉണ്ടായിരുന്നത്. അടുത്ത് നമുക്ക് കോളേജ് പാസ്സായി. അതിന് കെട്ടിടമില്ല, അതിന് സ്ഥലവും ഇല്ല. ഇവിടെ ഇനി ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ കഴിയൂല. ഈ പരിസരത്തുള്ള ജനങ്ങൾ വളരെ നല്ല ജനങ്ങളാണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കുട്ടികളെ ഇവിടെ വളർത്തുന്നത്. ഇനിയും ധാരാളം കുട്ടികൾ വന്നാൽ നാട്ടുകാർക്ക് വിഷമമാവും, നമുക്ക് വിഷമമാവും, പള്ളിയിൽ സ്ഥലം മതിയാവുകയില്ല. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ് പാസ്സായിരിക്കുന്നു, അതിന് സ്ഥലമില്ല, ഉണ്ടാക്കാൻ കാശുമില്ല. മറ്റ് കോളേജുകളൊക്കെ വേണമെന്ന് പലരും ആവശ്യപ്പെടും. കാരണം അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നാം നടത്തുന്ന മുഴുവൻ സ്ഥാപനങ്ങളും ഏറ്റവും നല്ല സ്ഥാപനമായി നടക്കുന്നു. നല്ല നിലക്ക് കുട്ടികൾ പാസ്സാകുന്നു. നമുക്ക് നമ്മുടെ കീഴിൽ തന്നെ ഇന്ന് ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്.
അതിന് പുറമേ നമ്മുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 165ഓളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നു. കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്തിൽ നമ്മുടെ വലിയ സ്കൂളുണ്ട്. ഡൽഹിയിൽ എത്രയോ മദ്രസകളും പള്ളികളും എത്രയോ സാധുക്കളായ ജനങ്ങൾ താമസിക്കുന്ന ഏരിയകളിൽ നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 1000ഓളം കിണറുകൾ അൽഹംദുലില്ലാഹ് ഇന്ത്യ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കുഴിച്ചു കൊടുക്കാൻ മർക്കസിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ തന്നെ ബംഗാളിൽ മാത്രം 60ഓളം കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബാലുശ്ശേരി അടുത്ത് പൂനത്തിനടുത്തൊരു കിണറുണ്ടാക്കി, അടിച്ചെടുക്കുന്ന കിണർ. ഞാനതിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടുത്തെ ഹരിജന സ്ത്രീകൾ വരെ 500ഓളം ഹരിജനങ്ങൾ അവിടെ ഹാജരായിരുന്നു, സ്ത്രീകളും പുരുഷന്മാരും. കാരണം അവിടെയൊന്നും വെള്ളമില്ല. മർക്കസിന് സ്ഥലം വാങ്ങി അവിടെ കിണർ കുഴിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് നിരവധി ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടി. അതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടി ആഹ്ലാദത്തോടുകൂടി എന്നെ സ്വീകരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ 1000ഓളം കിണറുകൾ കുഴിച്ചു കൊടുക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് തന്നിട്ടുണ്ട്. ഇതെല്ലാം മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ കീഴിലാണ്.